തൊഴിലിടത്തിൽ എവിടെ നിൽക്കുന്നു സ്ത്രീ? മോശം സേവന വേതന വ്യവസ്ഥകൾ മുതൽ നിരവധി പ്രതിസന്ധികളാണ് ശുചീകരണ തൊഴിലാളികൾ നേരിടുന്നത്. മാസ്കും കയ്യുറയും പോലുമില്ലാതെ ഇവർ മാലിന്യം നീക്കം ചെയ്യുന്ന കാഴ്ചയും ഞങ്ങൾ കണ്ടു. തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കേണ്ട അധികാരികൾ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ്. ഈ വിഷയത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞങ്ങളെ രക്ഷിച്ചിട്ടല്ലേ പൊതുജനങ്ങളെ രക്ഷിക്കാൻ. ഞങ്ങൾക്ക് മരുന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുക. മഞ്ഞും മഴയൊന്നും വെയിലൊന്നും ഇല്ല, ഞങ്ങൾ കഷ്ടപ്പെടുക. അത്രയും മാത്രമേ ഉള്ളൂ. ശുചീകരണ തൊഴിലാളികൾ പണിമുടക്കിയാൽ വീടും നാടും ചീഞ്ഞു നാറും. നിരത്ത് വൃത്തിയാക്കാൻ ചൂലെടുക്കുന്നവർ, നിരത്തുകളിലെ മാലിന്യം ചുമന്ന് മാറ്റുന്നവർ, മാലിന്യം സംസ്കരിക്കാൻ കെൽപ്പില്ലാത്ത നമ്മുടെ ഇടുങ്ങിയ മുറ്റത്ത് വന്ന് വേസ്റ്റ് എന്ന് വിളിപ്പേരുള്ളതെല്ലാം ഏറ്റെടുത്തു പോകുന്നവർ, മാലിന്യം നീക്കം ചെയ്യുന്നവർക്ക് പ്രതിരോധം ഉറപ്പാക്കാൻ വേണ്ട ഒരു നടപടിയും മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ സ്വീകരിക്കുന്നില്ല. കയ്യുറയോ മാസ്കോ പോലുമില്ലാതെ ഇവർ മാലിന്യ കൂമ്പാരത്തിൽ പണിയെടുക്കുന്നു. മഴക്കാലത്ത് അസുഖമൊക്കെ വന്നാൽ നമുക്ക് ഒരു പരിഗണനയും നമുക്കിവിടെ നിന്ന് ഇല്ല. നമ്മൾ തന്നെ സ്വന്തമായി നമ്മൾ ലീവ് എടുത്ത് വീട്ടിൽ പോയി നമ്മൾ ചികിത്സ നടത്തി സൗഖ്യം പ്രാപിക്കുമ്പോൾ നമ്മളിവിടെ വരണം, അത്ര തന്നെ. പൂർണ്ണമായും യന്ത്രവൽക്കരിക്കേണ്ട പണികൾ അത്രത്തോളം പുരോഗമിച്ചിട്ടില്ലാത്ത നമ്മൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു. എന്നാൽ ശുചീകരണ തൊഴിലാളികളും മനുഷ്യരാണെന്ന ക്ഷേമം ഉറപ്പാക്കേണ്ടവർ പലപ്പോഴും മറന്നു പോകുന്നു. പകർച്ചപ്പനിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മൂലം നിരവധി പേരാണ് ഈ മഴക്കാലത്തും വലഞ്ഞത്. പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കേണ്ടവർക്ക് ഒരു കുലുക്കവുമില്ല. നമ്മൾ സ്വയം ലീവ് എടുക്കും, 2 ദിവസം കിടക്കും, വീണ്ടും വന്നു. അങ്ങനത്തെ ഒരു പരിഗണന, ഒരു ലീവ് ഒന്നും പ്രത്യേകം തന്നിട്ടൊന്നും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഏജൻസികൾ മുഖേന ജോലിക്ക് പോകുന്ന ശുചീകരണ തൊഴിലാളികളുമുണ്ട്. PF, ESI ആനുകൂല്യങ്ങളുടെ പരിധിയിലൊന്നും ഇവർ എത്തില്ല. 8-10 മണിക്കൂർ പണിയെടുക്കുന്നവർക്ക് ഇടവേളകളിൽ വിശ്രമിക്കാൻ വിശ്രമമുറി പോലും നൽകാറില്ല മിക്ക സ്ഥാപനങ്ങളും. എന്തിന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇടമില്ല. നാടിന്റെ മാലിന്യം ചുമക്കുന്നവർ, പ്രാഥമികമായി വേണ്ട ഗ്ലൗസോ മാസ്കോ പോലും ഇല്ലാതെയാണ് ഇവർ പണിയെടുക്കുന്നത്. ഇവരുടെ ക്ഷേമം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ക്യാമറമാൻ ബിജുവിനൊപ്പം ഐശ്വര്യ സുമിത്രൻ, മാതൃഭൂമി ന്യൂസ്. ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇന്ന് ഷീ ന്യൂസിനൊപ്പം ചേരുന്നത് സാമൂഹിക പ്രവർത്തകയായ P. ഗീതയും ശുചീകരണ തൊഴിലാളിയായ തങ്കമണിയുമാണ്. ആദ്യം പോകുന്നു തങ്കമണിയിലേക്ക്. തങ്കമണി, നിലവിൽ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ തങ്കമണിയിലേക്ക് എത്താം. ആദ്യം പോകാം സാമൂഹിക പ്രവർത്തകയായ P. ഗീതയിലേക്ക്. ശ്രീമതി P. ഗീത, അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മൾ ഈ റിപ്പോർട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികാരികൾ വിമുഖത കാണിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ തൊഴിലാളികളോട് ഈ വിമുഖത? ഈ സ്ത്രീ തൊഴിലാളികളോടൊന്നില്ല. തൊഴിലാളികൾ സ്ത്രീകളാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള നിശബ്ദീകരണം സംഭവിക്കുകയും അത് വളരെ കൃത്യമായിട്ട് അവരുടെ അവകാശ നിഷേധത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികളുടെ കാര്യത്തിലാവട്ടെ, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ആ ശുചീകരണ പ്രവൃത്തികൾ, അപ്പോൾ ഈ വിഷ്വലിൽ കണ്ടിട്ടുള്ള സംഗതികൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവർക്ക് മിനിമം, അതായത് ഏറ്റവും കുറഞ്ഞത് വേണ്ടുന്ന ഒരു അത്യാവശ്യ സുരക്ഷ, ഒരു കയ്യുറയോ കാലിമ്പിലിടാനുള്ള സംഗതികളോ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കയ്യിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് വരെ ഇട്ടിട്ട് ഈ അഴുക്ക് വാരിയെടുക്കുന്ന സ്ത്രീകളെ നമുക്ക് കേരളത്തിലുടനീളം കാണാൻ പറ്റും. അപ്പോൾ ഇത് പഴയൊരു തോട്ടിപ്പണിയുടെ പുനരുൽപാദനം സ്ത്രീകളിലേക്ക് മാത്രമായിട്ട് ചുരുക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പം നിലനിൽക്കുകയാണ്. ഇപ്പം ഞാൻ സമ്മതിക്കുന്നു, കുടുംബശ്രീയിലൂടെ സ്ത്രീകൾക്ക് വന്നിട്ടുള്ള വിസിബിലിറ്റിയെക്കുറിച്ച് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അന്യഥ ഇവരൊന്നും തന്നെ നമ്മളുടെ ഒരു അടയാളപ്പെടുക പോലും ഇല്ലാതെ ഒടുങ്ങിപ്പോകുമായിരുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ വിസിബിൾ ആവുന്നുണ്ട്. പക്ഷേ ഈ വിസിബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു തൊഴിലാളി എന്നുള്ള രീതിയിലോ ഒരു വ്യക്തി എന്നുള്ള രീതിയിലോ ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള രീതിയിലോ ഉള്ള ഏറ്റവും കുറഞ്ഞ പരിഗണന പോലും ഇവർക്ക് തൊഴിലിടത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പം ഇങ്ങനെ വരുന്ന സമയത്ത്
മിക്കവാറും എല്ലാ തരത്തിലുള്ള പൊതുസ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങളാണെങ്കിലും തീവണ്ടി സ്റ്റേഷനുകളാണെങ്കിലും ബസ് സ്റ്റാൻഡുകളാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ വൃത്തി കിടക്കുന്നത് ഈ സ്ത്രീ കൂട്ടങ്ങളുടെ കയ്യിലാണ്. ഈ ഒരു കൂട്ടം സ്ത്രീകളുടെ കയ്യിലാണ്. ഇവർ ചെയ്യുന്നത് പഴയ തോട്ടിപ്പണിയല്ല, പഴയ കാലത്തെ തോട്ടികളെയല്ല നമുക്ക് പുനരുൽപ്പാദിപ്പിക്കേണ്ടത്. ആ തോട്ടിപ്പണിയൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞു. മറിച്ച് പുതിയ കാലത്തെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും അന്തസ്സോടും ആത്മവിശ്വാസത്തോടും കൂടി പണിയെടുക്കാൻ ഇവർക്ക് കഴിയണം. ഇവർക്ക് രോഗം ബാധിച്ചാൽ എന്ത് സംഭവിക്കുന്നു? കാരണം ഇപ്പം ഇങ്ങനെ ഇത്ര അഴുക്കുകൾ നമുക്കറിയാം. വീട്ടിൽ വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ പോലും ഇപ്പം നമ്മളുടെ ഈ മഴയിൽ നിന്നും അഴുക്കിൽ നിന്നും ജന്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഒരുപാട് വർദ്ധിക്കുകയും പോയ രോഗങ്ങളൊക്കെ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തെ ഇന്ന് കേരളം നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സുരക്ഷയും, പ്രാഥമികമായിട്ടുള്ള ഒരു സുരക്ഷയും ഒരുക്കി വെക്കപ്പെടാത്ത ഇത്തരം തൊഴിലാളികൾ ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലായിടത്തും വളരെ വ്യക്തമായിരിക്കുന്ന അവകാശ നിഷേധം നമ്മൾ കാണുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ ഒരു വിസിബിലിറ്റി ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നിശബ്ദയായിരിക്കുന്ന, സഹനശീലയായിരിക്കുന്ന, ക്ഷമാവതിയായിരിക്കുന്ന ഒരു പഴയ പരമ്പരാഗത സ്ത്രീയെ പുനരുൽപ്പാദിപ്പിക്കാനുള്ള സമാന്തര യജ്ഞം കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്രോൾ പമ്പുകളിൽ ഇടതടവില്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നു. അതുപോലെ പീടികയിൽ സെയിൽസ് ഗേൾസ് ആയിരിക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നു. ഇവരിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ശബ്ദങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിസ്സാരമാണ് എന്നുള്ളതോ ചരിത്രപരമല്ല എന്നുള്ളതോ അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇവരനുഭവിക്കുന്ന അവഗണനയും ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവരിൽ നിന്ന് ഉണ്ടായി വരുന്ന പ്രതികരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ വളരെ 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 നിസ്സാരമാണ്. കാരണം ഇവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പരമ്പരാഗതയായിരിക്കുന്ന സഹനശീല എന്നുള്ള ഒരു മേൽവിലാസം എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല. മറിച്ച് ഇവർ കുറച്ചും കൂടി ഒരു അഡീഷണൽ ആയിട്ടുള്ള ചെറിയ വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു സോഴ്സ് ആയിട്ട് ഇവർ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീട്ടിൽ മാത്രമല്ല അവൾ സഹിക്കേണ്ടി വരുന്നത്, പുറത്തു പോയിട്ട് അവൾ ജോലിയെടുക്കുന്ന സ്ഥലത്തും അവൾ സഹിക്കേണ്ടി വരുന്നു. ഒരിക്കലും ഒരാവശ്യവും പറയാതെ, ഒരു ശബ്ദവും ഉണ്ടാക്കാതെ, ഒരു അവകാശവാദവും ഉന്നയിക്കാതെ, ഒരു ധിക്കാരം പറയാതെ, നോ എന്നുള്ള ഒരു സംഗതി ഉച്ചരിക്കാതെ പോകുന്ന ഒരു സ്ത്രീയാണ് വീട്ടിലേതുപോലെ തന്നെ ഇത്തരം തൊഴിലിടങ്ങളിലെയും നല്ലവളായ സ്ത്രീ. അവൾക്കാണ് പിറ്റേ ദിവസത്തെ അവസരം നമ്മൾ കൊടുക്കുന്നത്. ശ്രീമതി പി ഗീത, അങ്ങനെയാണെങ്കിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും ഈ സ്ത്രീകൾ ബോധവതികൾ അല്ലാത്തതാണോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം? ഈ സ്ത്രീകൾ പൂർണ്ണമായും ബോധവതികളല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേ സമയത്ത് തന്നെ ഈ സ്ത്രീകൾ അത്രമാത്രം അവകാശബോധമുള്ളവരായി വികസിക്കുന്ന സാഹചര്യങ്ങളെ തടയുന്ന ഒരു പശ്ചാത്തലം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, ഇപ്പോൾ ഇങ്ങനെയധികം സ്ത്രീകളെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ പോലും ഒരു പരമ്പരാഗതയായിരിക്കുന്ന വീട്ടമ്മ, സഹനവും ക്ഷമയും മുഖമുദ്രയാക്കിയിരിക്കുന്ന ഒരു പാരമ്പര്യ സ്ത്രീയുടെ പുനരുൽപാദനം പഴയതിനേക്കാൾ ശക്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളീയ പൊതുമണ്ഡലത്തിൽ. കേരളീയ പൊതുമണ്ഡലം മുമ്പത്തേക്കാളധികം പാട്രിയാർക്കലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രമാത്രം സ്ത്രീകളുടെ വിസിബിലിറ്റി വർദ്ധിക്കുന്നുവോ അത്രമാത്രം നമുക്കറിയാം സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഓരോ മേഖലയിലും പുതിയ തരത്തിലുള്ള ക്രൈമുകൾ, പുതിയ തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ ഒക്കെ തന്നെ കൊണ്ടുവരുന്ന ഒരു വലിയ വിഭാഗമായിട്ട് ഇവിടുത്തെ ആണുങ്ങൾ മാറുന്നു. ആണുങ്ങൾ എന്ന് ഞാൻ പറയുന്നത് വ്യക്തിപരമായ അർത്ഥത്തിലേ അല്ല. മോഷണത്തിന് നമുക്ക് ഒരാളെ പിടിച്ച് ശിക്ഷിക്കണമെങ്കിൽ മോഷ്ടാവിനെ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ പാട്രിയാർക്കിയുടെ ഏജൻസ് ആയിരിക്കുന്ന ആണുങ്ങളും അതിൻ്റെ തന്നെ ഏജൻസി വഹിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളും, അതിൻ്റെ ഏജൻസി തീർച്ചയായിട്ടും സ്ത്രീകളിലും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം വിസിബിൾ ആയിരിക്കുമ്പോഴും, എത്രമാത്രം സ്വയം പര്യാപ്തര, സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഒക്കെ സ്വയം പര്യാപ്തരായിരിക്കുമ്പോഴും ഇവർക്ക് ഇവരുടെ അവകാശങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇവിടുത്തെ ഭരണകൂടത്തിന് തോന്നുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകൾ ഇടപെടുന്ന ഒരു മേഖലയാണ് എന്നുള്ളത്. മറ്റൊന്ന്, ഏറ്റവും സാമ്പത്തികമായിട്ട് അടിത്തട്ടിൽ നിൽക്കുന്നവരുടെ ഒരു തൊഴിലാണ് ഇത് എന്നുള്ളത്. വളരെ ശരിയാണ് ശ്രീമതി പി ഗീത. ഇപ്പോൾ ശുചീകരണ തൊഴിലാളികളുടെ പ്രതിനിധിയായി തങ്കമണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി തങ്കമണി, തൊഴിലിടങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ?
തങ്കമണിക്ക് കേൾക്കാമോ? ഈ ജീവനക്കാർക്ക് വേണ്ടി ഞങ്ങള് ജനങ്ങളെ സേവനം ചെയ്തുകൊണ്ട് നടക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു അസുഖം വന്നിരുന്നാലോ, ഞങ്ങൾക്ക് എന്ത് വന്നിരുന്നാലും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണനയോ ലീവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് തന്നിട്ടുള്ള ലീവിന് ഞങ്ങൾ ലീവ് എഴുതി കൊടുക്കുക. അതെ. തങ്കമണി, ജോലിക്ക് ആവശ്യമായ സാധനങ്ങൾ, അതായത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ മാസ്കോ കയ്യുറോ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും നിങ്ങൾക്ക് അനുവദിക്കുന്നില്ല എന്നാണ് പൊതുവെ കാണപ്പെടാറ്. നിങ്ങൾക്ക് ആവശ്യമായ ഇത്തരങ്ങൾ സാധനങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അനുവദിച്ച് തരാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ തന്നില്ലെങ്കിൽ നിങ്ങൾ അത് ആവശ്യപ്പെടാറില്ലേ? തങ്കമണി കേൾക്കാമോ? ഇതെല്ലാം തരുന്നത് ഞങ്ങൾ ഈ എയറോബില്ല് എന്ന് പറഞ്ഞാൽ കോർട്ടിന്റെ അവിടെ ജോലിക്ക് വിളിക്കും. ആ ജോലിക്ക് വിളിക്കുന്ന സമയത്ത് മാത്രം ഞങ്ങൾക്ക് ഗ്ലൗസും മാസ്കും എല്ലാം തരും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വയം ആശുപത്രികളിൽ പോയി ചെന്ന് അതിൻ്റെതായ ചികിത്സ ചെയ്യണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു പരിഗണനയോ മറ്റു കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നല്ല ഞങ്ങൾ ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടുന്ന അവരെ കൊതുകടിക്കാതെയും അവരെ സുരക്ഷിതമായി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾക്കും തിരിച്ചൊരു മരുന്നോ പ്രത്യേകിച്ച് അതൊന്നുമില്ല. തങ്കമണി, അങ്ങനെയെങ്കിൽ ഈ സാധാരണ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രതിരോധ മരുന്നുകൾ അടക്കം നൽകേണ്ടതാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള മരുന്നുകളൊന്നും ലഭിക്കാറില്ല. അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ ഭാഗത്തു നിന്നോ ചികിത്സാ സഹായം ഒന്നും കിട്ടാറില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു 3 വർഷത്തിന് മുമ്പ് എനിക്ക് ഒരു ഡെങ്കിപ്പനി വന്നു. അന്നേരം രാവിലെ ഞാൻ ഞങ്ങളെ സർക്കിളിൽ വന്ന് ജോലി ചെയ്ത് ഞാൻ അസുഖമായിട്ട് ആശുപത്രിയിൽ പോയി. ഇവിടെ നമ്മൾ ജനറൽ ആശുപത്രിയിൽ പോയപ്പോൾ 3 ദിവസത്തെ ഗുളികയും തന്നു വിട്ടു. അത് കഴിഞ്ഞ് സംസ്ഥാനങ്ങൾ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴും 3 ദിവസത്തെ ഗുളികയും തന്നു വിട്ടിട്ട് അവര് അപ്പോഴേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 132 ഡിഗ്രി പനിയെന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് പോലും അവർ അഡ്മിറ്റ് ചെയ്തില്ല. ആ റിസൾട്ട് കൊണ്ടൊന്ന് ജനറൽ ആശുപത്രി കാണിക്കുകയാണ്. അപ്പൊ അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം, അതുവരെ വീട്ടിൽ കിടക്കാൻ. അത് ഓഫീസിൽ അറിഞ്ഞിട്ട് പോലും അവരതിനുള്ള ഒരു നടപടി എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വരുന്നു, ജോലി ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ രാത്രി പകല് കടന്ന് ഈ കൊതുവിന്റെ കടിയും കൊണ്ട് മഴയും വെയിലൊന്നില്ല ഞങ്ങൾ കഷ്ടപ്പെടുന്നു. ശ്രീമതി പി ഗീത, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് തൊഴിലാളികൾ, പ്രത്യേകിച്ചും ശുചീകരണ തൊഴിലാളികൾ അവരുടെ തൊഴിലിടത്തിൽ നേരിടുന്നത്. അവർക്ക് ആവശ്യമായ ഒരു പരിഗണനയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളും സൂചിപ്പിക്കുന്നത്. ഈ സ്ത്രീകൾ സംഘടിതരല്ലാത്തത് കൊണ്ടാണോ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്? ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇവർ ജോലി ചെയ്യുന്ന കോർപ്പറേഷൻ ഓഫീസോ പഞ്ചായത്ത് ഓഫീസോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ മറ്റേത് സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇവർ ബന്ധപ്പെടുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവകാശപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിന് കാരണം ആ ഉദ്യോഗസ്ഥരല്ല, മറിച്ച് അത്തരത്തിലുള്ള ഒരു നയം ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത്തരത്തിൽ ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ മറ്റു തരത്തിൽ ഫണ്ട് ഇവിടെ ബജറ്റിൻ്റെ സമയത്ത് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും ആ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഫണ്ട് ഇതിന് തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർക്കോ അതിനെക്കുറിച്ച് അവർ ബോധവടല്ല. അത്തരത്തിലുള്ള ഒരു ബോധ്യത്തിലേക്ക്, ഇനി രണ്ടാമത്തെ കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അത്തരത്തിലുള്ള ഒരു ബോധ്യത്തിലേക്ക് ഇവർ പോകണമെങ്കിൽ ആ വിഷയം ഇവർ പഠിക്കുകയും ആ പഠിച്ച വിഷയം ബന്ധപ്പെട്ടിട്ടുള്ള ഭരണകർത്താക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ ഇവർ സംഘടിതരാവുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സംഘടിതരല്ല ഇവരൊന്നും തന്നെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതിൻ്റെ ഒരു അണ്ടറിൽ ഇവരൊക്കെ തന്നെ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള രീതിയിലോ അത്തരത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൂട്ടം എന്നുള്ള കൂട്ടായ്മ എന്നുള്ള രീതിയിലോ ഈ കുടുംബശ്രീ പ്രവർത്തകർ, ഈ ശുചീകരണ തൊഴിലാളികൾ അങ്ങനെ രജിസ്റ്റേർഡ് ആയിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം.
അപ്പോൾ എവിടെയെങ്കിലും ഒരു അഫിലിയേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്നതല്ല ഇവരുടെ പ്രശ്നങ്ങൾ. കാരണം നമ്മുടെ സംവിധാനം അങ്ങനെയുള്ളതല്ല. ആ സംവിധാനം കൃത്യമായിട്ട് ഇവരുടെ അവകാശങ്ങളെ തിരിച്ചറിയുകയും അതിൻ്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്നിട്ട് അതിൻ്റെ ഫണ്ട് റേസിംഗ് ഉൾപ്പെടെയുള്ള ഫണ്ട് വിതരണം ഉൾപ്പെടെയുള്ള സംഗതികളിലേക്ക് പോവുകയും അതിന് തക്ക ഉദ്യോഗസ്ഥരെ വെക്കുകയും ചെയ്യണമെങ്കിൽ ഇവരിൽ നിന്ന് തന്നെയുള്ള ഒരു ആവശ്യം സംഘടിതമായിട്ട് ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും ശ്രീമതി പി ഗീത, സമയക്കുറവിനാൽ നമ്മൾ തൽക്കാലം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്ത്രീകൾ സംഘടിതരാകണം, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കണം, എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെടുകയുള്ളൂ എന്ന് തന്നെയാണ് ഈ ചർച്ച നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വളരെ നന്ദി ശ്രീമതി പി ഗീത. തങ്കമണി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഷീ ന്യൂസ് പോകുന്ന ഒരു ഇടവേളയിലേക്ക്.